ഹായ്. ആനന്ദ് റാത്തിയുടെ Q2 റിസൾട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആനന്ദ് റാത്തി എന്ന് പറഞ്ഞാൽ വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയാണ്. സോ ജസ്റ്റ് അവരുടെ ബിസിനസ് ഓവർവ്യൂ ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് റിസൾട്ടിലേക്ക് കിടക്കാം. ബിസിനസ്സിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വെൽത്ത് മാനേജ്മെന്റ്, അതായത് 1 കോടി രൂപ മുതൽ 500 1000 കോടി രൂപ വരെയുള്ള ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന്റെ വെൽത്ത് മാനേജ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അത് അവർ മെയിനായിട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, പിന്നെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിബെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർ ചെറിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജേഴ്സിന് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ 3 അവരുടെ മെയിൻ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞത്. അതിനകത്ത് അവസാനം പറഞ്ഞ 2 വലിയ ബിസിനസ്, അതായത് ലാസ്റ്റ് പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അധികം ബിസിനസ് റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ 70% അവരുടെ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് അവർക്ക് വരുന്ന ബിസിനസ്സിൽ റവന്യൂ വരുന്നത്. സോ ഈ വെൽത്ത് മാനേജ്മെന്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ റിസൾട്ടിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് AUM, അതിൻ്റെ ഗ്രോത്ത് റേറ്റ് നമുക്കൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതേപോലെ സെയിൽസ് ഗ്രോത്ത്, അതായത് റവന്യൂ ഗ്രോത്ത്, പിന്നെ പ്രോഫിറ്റ് ഗ്രോത്ത്. ഈ 3 കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ഫിഗേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇവരുടെ ബിസിനസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് നോക്കിയാൽ ഇവർക്ക് RMs ഉണ്ട്, അതായത് റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ഉണ്ട്. ഓരോ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വലിനും ഓരോരുത്തരെ വെച്ച് ഒരാളെ ആയിരിക്കത്തില്ല ഹാൻഡിൽ ചെയ്യുന്നത്, പക്ഷെ ഓരോ RMs ആയിരിക്കും ഈ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഈ RMസിൻ്റെ കൗണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നല്ല രീതിയിൽ അവർക്ക് ക്ലയൻസിനെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന RMs ഉണ്ടാവണം. അതുപോലെ തന്നെ RMസിൻ്റെ കൗണ്ട് കൂടുന്നത് കുറയുന്നതും ഈ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. സോ RMസിൻ്റെ നമ്പേഴ്സ് നമുക്കൊരു ഫാക്ടറാണ്. അതേപോലെ തന്നെ RMs എത്ര ബിസിനസ് കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ഇത് എത്ര കോടി രൂപയുടെ AUM അവർ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയേണ്ട ഒരു ഫാക്ടറാണ്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ബിസിനസ്സിൽ നമുക്ക് അറിയേണ്ട ഫിഗേഴ്സ് റിസൾട്ട് വരുമ്പോഴത്തേക്ക്. പിന്നെ അതേപോലെ ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് എങ്ങനെയാണെങ്കിൽ റിസൾട്ടിലേക്ക് കിടക്കാം. 23% ആണ് ടോപ്പ് ലൈൻ, അതായത് റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ഗ്രോത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ Q2 നിന്ന് ഈ Q2 വരുമ്പോഴത്തേക്ക് 23% ആണ് അവരുടെ ടോപ്പ് ലൈൻ ഗ്രോ ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് ഗ്രോ ചെയ്തിരിക്കുന്നത് 31% ആണ്. ഇനി അതേപോലെ മുമ്പേ പറഞ്ഞ AUM, അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, അത് ഗ്രോ ചെയ്തിരിക്കുന്നത് 22% ആണ്. സോ ഇവരുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20% ആണ് അവരുടെ റവന്യൂ ഗ്രോത്തിൻ്റെ ഗൈഡൻസ്. അതേപോലെ പ്രോഫിറ്റ് ഗൈഡൻസ് എന്ന് പറയുന്നത് ഏകദേശം 25% ആണ്. അത് അവർ ഫിഗേഴ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. റവന്യൂ അവർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ടാർഗറ്റ് ചെയ്യുന്നത് 1175 കോടിയാണ്. അതേപോലെ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യുന്ന 375 കോടിയാണ്. സോ ഇതാണ് അവരുടെ ഗൈഡൻസ് എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഹാഫ് ഇയറിൽ 591 കോടി അവർ റവന്യൂവിൽ ഇതുവരെ തന്നെ അവർ ജനറേറ്റ് ചെയ്തു. 1175 കോടിയിൽ 591 തന്നെ ഈ ഫസ്റ്റ് Q1 Q2 അവർ ജനറേറ്റ് ചെയ്തു. അതായത് 50% റവന്യൂ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ H1 ഫസ്റ്റ് ഹാഫിൽ 194 ക്രോറിൻ്റെ പ്രോഫിറ്റും അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ ടാർഗറ്റ് 375 അതായത് 375 194 അവർ ഇപ്പം തന്നെ അച്ചീവ് ചെയ്തത്, അതായത് 52% അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ അവർ ഗൈഡൻസിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഗൈഡൻസിന് കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്താണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ RMസിൻ്റെ കൗണ്ട് 374 കഴിഞ്ഞ ക്വാർട്ടറിൽ, കഴിഞ്ഞ ഇയറിൽ Q2. ഇപ്പോൾ അത് 386, അതായത് 12 RMs കൂടിയിട്ടുണ്ട്. സോ അതേപോലെ തന്നെ RMസിൻ്റെ അസറ്റ് മാനേജ്മെന്റ് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന AUM, അവർ ഒരു RM മാനേജ് ചെയ്തുകൊണ്ടിരുന്ന AUM എന്ന് പറയുന്നത് 196 കോടി രൂപയാണ്. ഇപ്പോൾ അത് 231 കോടിയായി. അതായത് RMസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ട്. ഒരു RM മാനേജ് ചെയ്യുന്ന ഫണ്ടിന്റെ വാല്യൂ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫണ്ട് അസറ്റ് AUM കൂടിയിട്ടുണ്ട്. അതിനർത്ഥം അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്നു. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതായത് കൂടുതൽ അവരുടെ റവന്യൂവിനെ കഴിഞ്ഞ് കൂടുതൽ ഗ്രോത്ത് പ്രോഫിറ്റിലോട്ടാവും. അതേപോലെ തന്നെ ഒരു RM ഹാൻഡിൽ ചെയ്തിരുന്ന ക്ലയൻസ് എന്ന് പറഞ്ഞാൽ 29 ക്ലയൻസ് ആയിരുന്നു കഴിഞ്ഞ Q2 ഒരു RM ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 33 ക്ലയൻസ് ആണ് ഒരു RM ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഇതും പറയുന്നത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതിനെ പറ്റിയിട്ടാണ്. ഈ രണ്ട് ഫാക്ടേഴ്സുമാണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടാൻ ഈ കമ്പനി കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് 23% ടോപ്പ് ലൈൻ റവന്യൂ ഗ്രോ ചെയ്ത സമയത്ത് 31% പ്രോഫിറ്റ് ഗ്രോ ചെയ്യാനുള്ള മെയിൻ റീസൺസ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവരുടെ ROE എന്ന് പറയുന്നത് 45% ആണ്, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അവരുടെ ഇക്വിറ്റിയുടെ 45% അവർക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതൊരു നല്ല ഫിഗറാണിത്. പിന്നെ അതേപോലെ തന്നെ RMs റിസൈൻ ചെയ്തിരിക്കുന്ന 2 പേരാണ് ഈ ക്വാർട്ടറിൽ. കഴിഞ്ഞ ക്വാർട്ടറിലും 2 പേര് റിസൈൻ ചെയ്തിട്ടുണ്ട്. സോ നോർമലി അവരുടെ RMസിനെ അങ്ങനെ റിസൈൻ ചെയ്യാറില്ല. കാരണം അവർ നോർമലി പുറത്തു നിന്നിപ്പം നമുക്ക് നോർമലി അറിയാം, ഈ RMs എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ജോലിയാണ്. അതുപോലെ തന്നെ ഇവർ നോർമൽ കോർപ്പറേറ്റ് ജോബുകൾ പോലെ തന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ആൾക്കാർ എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും.
സോ അതുകൊണ്ട് തന്നെ ഒരു ആർ എംസിനെ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം ഒരു ആർ എമ്മിൻ്റെ അണ്ടറിലാണ് ഈ ക്ലയൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആർ എം ഒരു കമ്പനിയിൽ നിന്ന് മാറുമ്പോഴത്തേക്കും ഇവരുടെ ക്ലയൻസിനെ ലൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ. കാരണം ആൾ പുതിയൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ അവരുടെ കസ്റ്റമേഴ്സിനെ കൂടെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യും. സോ ഇവർ നോർമലി ഇവർ ആർ എംസ് അങ്ങനെ റിസൈൻ ചെയ്ത് പോകാറില്ല. കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട് 2 പേര് വെച്ച് റിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കമ്പനി പറയുന്നത് ആ റിസൈൻ ചെയ്ത് പോയ ആർ എംസ് ഏകദേശം 7 വർഷത്തിന് അടുത്ത് സർവീസ് ഉള്ള ആർ എംസ് ആണ്. സോ അവരുടെ 82% AUM ഇപ്പോഴും കമ്പനിയിൽ തന്നെയുണ്ട്. അതായത് അവർ റിസൈൻ ചെയ്ത് പോയെങ്കിലും അവർ മാനേജ് ചെയ്തിരുന്ന പോർട്ട്ഫോളിയോയുടെ ഏകദേശം 82% ഇപ്പോഴും ആനന്ദ് റാത്തിയിൽ തന്നെ ബിസിനസ് ഇപ്പോഴും ഉണ്ട്. സോ അതൊരു നല്ല നമ്പറാണ്. സോ ഇതൊക്കെ തന്നെയാണ് കമ്പനിയുടെ മെയിൻ ബിസിനസ്സിൽ അപ്ഡേറ്റ് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ കമ്പനി എല്ലാ വർഷവും പറയുന്ന ഗൈഡൻസ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് തന്നെ ഗൈഡൻസ് പറയുന്നത് എല്ലാ വർഷവും അച്ചീവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ PE റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് PE റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 76 ആണ്. അതായത് നല്ല ഗ്രോത്ത് ഉണ്ട്. 20ക്ക് മുകളിൽ ഇവർ ഗൈഡ് ചെയ്യുന്നു, 20 ഗൈഡ് ചെയ്യുന്നു, 20ക്ക് മുകളിൽ ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി. ഇപ്രാവശ്യം 375 പ്രോഫിറ്റ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തന്നെ അവർ 345 കോടി രൂപ പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പ്രോഫിറ്റ് ഗൈഡൻസിന് മുകളിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ. സോ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോഴേക്കും അവരുടെ ഫോർവേഡ് PE എന്ന് പറയുന്ന ഒരു 60-70 താഴെ വരും. ഏകദേശം 60-70 ഇടയ്ക്കായിരിക്കും. സോ 60-70 ഇടയ്ക്ക് PE ഉള്ള ഒരു കമ്പനി, 20% മുകളിൽ ഗ്രോത്ത് ഉള്ള കമ്പനി എന്ന് പറയുമ്പോൾ ഏകദേശം 3 times വരും പെഗ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് PE ടു ഗ്രോത്ത്. അപ്പോൾ 3 times PE പെഗ് റേഷ്യോ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഇത്രയും നല്ല രീതിയിൽ ഗൈഡൻസ് തരികയും ആ ഗൈഡൻസ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സും അല്ല. സോ ആ രീതിയിൽ നല്ലൊരു ബിസിനസ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കൂടുതൽ എമൗണ്ട് പേ ചെയ്യാൻ റെഡി ആയിരിക്കും. സോ അത് ഈ ഒരു PE റേഷ്യോ ഈ ഒരു ഹൈയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്കിൽ ഞാനിതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ പീർസിൻ്റെ റിസൾട്ട് കൂടെ വരാനുണ്ട്. നുവാമയുടെയും 361 ഒക്കെ അടക്കമുള്ള റിസൾട്ട് വരാനുണ്ട്, മോത്തിലാൽ ഓസ്വാളൊക്കെ. സോ അതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. അവരുടെ ബെറ്റർ PEയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ അവിടെ ഉണ്ട്. സോ അവർക്ക് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ ആ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം.